മരുന്ന് കഴിക്കുന്നു, ഇൻസുലിൻ എടുക്കുന്നു, എന്നിട്ടും ഷുഗർ ഇങ്ങനെ കൂടി നിൽക്കുകയാണല്ലോ ഡോക്ടറെ, എന്തപ്പം ചെയ്യുക? പല നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും കൂടിക്കൊണ്ടിരിക്കുന്ന ഷുഗറിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രഭാത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും സമീകൃതമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണം കൊണ്ട് തുടങ്ങുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ, സ്റ്റാർച്ച് പോലത്തെ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീന്, പിന്നെ നല്ല കൊഴുപ്പ്, ഇവയൊക്കെ അടങ്ങിയ ഭക്ഷണം കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുക എന്നുള്ളതാണ്. നട്ട്സ്, ചില വിത്തുകൾ, സീഡ്സ്, ചിയ സീഡ്സ് ഒക്കെ പോലത്തെ സീഡ്സ്, യോഗട്ട് അല്ലേ, തൈര്, മുട്ട, ഹോൾ ഗ്രെയിൻസ് അല്ലെങ്കിൽ മുഴുവൻ ധാന്യങ്ങൾ, പരിപ്പുകൾ, ഇതൊക്കെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു ദിവസത്തേക്ക് വേണ്ട ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാനത് സഹായിക്കും എന്നുള്ളതാണ്. പ്രഭാത ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഭക്ഷണം പ്രവേശിച്ച് കഴിഞ്ഞാൽ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് വല്ലാതെ അങ്ങോട്ട് കയറ്റുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. ഈ ഭക്ഷണങ്ങൾ നമ്മൾ പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ, ചിലപ്പോൾ നമ്മൾ റിഫൈൻഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ചില ഭക്ഷ്യവസ്തുക്കളുണ്ട്. അവ കഴിച്ച് നമ്മൾ വിചാരിക്കും വെള്ള അരിയൊക്കെ ഉണ്ടല്ലോ, ഇതുപോലത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ചിലപ്പം എന്താവും, രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് ഒറ്റയടിക്ക് അങ്ങോട്ട് കൂടും. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. നമ്മളത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ വെള്ള അരി പോലത്തെ ഭക്ഷണങ്ങൾ കഴിച്ചാലും ഈ ഷുഗർ നമ്മൾ രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഷുഗറിൻ്റെ അളവ് കൂട്ടുമെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോർഷൻ എത്രയാണെന്നുള്ളത് കഴിക്കണം. ചിലവർ കാണാം 4, 5, 6 ദോശയൊക്കെ കഴിക്കും, അല്ലെങ്കിൽ പത്തിരിയൊക്കെ ഒരുപാട് വാരി വലിച്ചങ്ങോട്ട് കഴിക്കും. ഈ പോർഷൻ സൈസ് കൂടുന്തോറും നമ്മൾ ഷുഗറിൻ്റെ അളവ് രക്തത്തിൽ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റുകളാണെങ്കിൽ പോലും നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പം ആ കഴിച്ച ഭക്ഷണത്തിൽ അമിതമായി വരുന്നതെല്ലാം കാർബോഹൈഡ്രേറ്റ് അങ്ങ് പരിവർത്തനം ചെയ്യും, ഷുഗറായിട്ട് അങ്ങ് പരിവർത്തനം ചെയ്യും. അങ്ങനെ അത് ഷുഗർ രക്തത്തിൽ കൂട്ടും. അപ്പോൾ വളരെ ലഘുവായിട്ടുള്ളൊരു ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. മുഴുവൻ ധാന്യങ്ങൾ, ഓട്സൊക്കെ പോലത്തെ ധാന്യങ്ങൾ, തവിടരി അല്ലേ, ബ്രൗൺ റൈസ്, ഇതിലൊക്കെ എന്താണ്, നാരടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കും. പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇതിലൊക്കെ എന്താണ്, നാരടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മളുടെ ഷുഗറിൻ്റെ ഈ ഒരു കൂടുതലായി വരുന്നൊരു സാഹചര്യത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഈ നാരടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്നറിയോ? നമ്മുടെ ശരീരത്തിലൂടെ പോകുന്ന, നമ്മുടെ വയറിലൂടെ കടന്നു പോകുന്ന ഭക്ഷണത്തിൽ നിന്ന് ഷുഗറിനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്തതിൽ നിന്ന് തടയും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഫൈബർ അവിടെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ഷുഗറൊക്കെ ആഗിരണം ചെയ്യുള്ളൂ. അങ്ങനെ ഷുഗറിൻ്റെ അളവ് കൂടുന്നത് തടയും. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പും പിമ്പൊക്കെ ആയിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരുപാട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗറിൻ്റെ അളവ് കൂടുന്നത് ഒരു പരിധി വരെ തടയാൻ സഹായിക്കും. അതുമാത്രമല്ല നമ്മുടെ ഓവറോൾ ഹെൽത്തും നന്നായിട്ട് ഇമ്പ്രൂവ്ഡ് ആവും. പിന്നെ നിങ്ങൾ കുടിക്കുന്ന ചായയുടെയും കോഫിയുടെയും കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. ഇതിലൊക്കെ ആഡഡ് ഷുഗർ എത്രമാത്രം ചേർത്തിട്ടുള്ളത് എന്ന് നോട്ട് ചെയ്യണം. മാക്സിമം ഇതൊക്കെ ഷുഗർ ഇല്ലാതെ കഴിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, പലപ്പോഴും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷുഗർ അങ്ങ് അടിച്ച് കയറും. തീർച്ചയായിട്ടും രക്തത്തിൽ ഇൻസുലിൻ്റെ സംവേദനക്ഷമത, സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ഏറ്റവും ഉചിതമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് രാവിലെ തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരു അച്ചടക്കം പാലിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു റെഗുലർ റുട്ടീൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇത് കാർബോഹൈഡ്രേറ്റ് പലതും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അരിയാണ്, അതിൽ വല്ലാണ്ട് ഷുഗറൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ രക്തത്തിലെത്തി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂട്ടുന്ന കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയും. അപ്പോൾ ആ കാർബോഹൈഡ്രേറ്റ് ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ കാർബോഹൈഡ്രേറ്റ് ആണോ നിങ്ങൾ കഴിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ഉറപ്പാക്കുകയും വേണം കേട്ടോ.